ത്രാസിമേ, ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കപ്പെട്ടവർ വന്നു. പ്രാർത്ഥിച്ച് ആഹാരം അവർക്ക് കൊടുക്കണ്ടേ? അവർക്ക് ഇന്ന് വേറെ ഭക്ഷണം കൊടുത്തോളൂ. ഈ ഭക്ഷണം എന്റെ ഈശോയ്ക്കുള്ളതാ. ഈശോയ്ക്കുള്ളതെന്ന് നേര് തന്നെ. പക്ഷേ ഇതെല്ലാം ഒരു ആചാരമല്ലേ? യഥാർത്ഥ ഈശോ വരുമെന്നാ മദർ പറയുന്നത്. വരും, നമ്മുടെ ഈശോ വരും. നിങ്ങൾ പുറത്തു വന്നവർക്ക് ആഹാരം കൊടുക്ക്. ചെല്ല്. അമ്മയെ കണ്ടില്ലല്ലോ ഇതുവരെ. അകത്തുണ്ട്, ഈശോയെ കാത്തിരിക്കുക. ഓ, എങ്കിൽ ഈശോ തീർച്ചയായും വരും. അതെ അതെ. ചേട്ടൻ ഇതെല്ലാം കഴിച്ചേ. ആ, ഈശോയെ, ഈ പാവപ്പെട്ട അടിയാട്ടിയായ എന്റെ ക്ഷണം നീ സ്വീകരിക്കില്ലേ? നീ എന്റെ വീട്ടിൽ എഴുന്നള്ളി വന്ന വേഗത്തിൽ ഈ മേശയ്ക്കിരുന്ന് ഭക്ഷിക്കണമേ. പാവപ്പെട്ട് എന്റെ വിരുന്നിനെ കൈക്കൊള്ളണമേ. ഓ എന്റെ മണവാള, നീ ഓശാന ദിവസം കഴുതപ്പുറത്തിരുന്ന് എന്തുമാത്രം വലഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അന്ന് എനിക്ക് ഒന്നും ചെയ്യുവാൻ പാടുണ്ടായിരുന്നില്ലല്ലോ. എന്റെ സ്നേഹമണവാളനായി നിന്റെ അടിയാട്ടിയായ ഞാൻ നിന്നെ ക്ഷണിക്കുന്നു. ഞങ്ങളെല്ലാവരും നിന്നെ വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. പാവപ്പെട്ട എന്റെ വിരുന്നിനെ കൈക്കൊള്ളണമേ. നീ എഴുന്നള്ളി വന്ന് എന്റെ മേശയ്ക്കിരുന്ന് ഭക്ഷിക്കുകയും അല്പം ആശ്വസിക്കുകയും ചെയ്യണമേ. എന്നെ ദുഃഖിപ്പിക്കല്ലേ. നീ താമസിക്കും തോറും എന്റെ ഉള്ളം കലങ്ങുകയാണ്. എനിക്ക് സങ്കടം സഹിക്ക വയ്യ. എന്തേ താമസിക്കുന്നു, എന്തേ താമസിക്കുന്നു. Eufrasia. Eufrasia.
എവുപ്രാസ്യ, എഴുന്നേൽക്കൂ. നിന്റെ ക്ഷണം സ്വീകരിച്ച് ഇതാ ഞാൻ എത്തിയില്ലേ. പിന്നെന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്, സന്തോഷം കൊണ്ട്. കടന്നു വരൂ നാഥ. ഇരുന്നാലും നാഥ. ദാ, ഇരുന്നല്ലോ. എന്റെ സ്നേഹരക്ഷിതാവേ, എന്തേ ഇത്ര വിയർത്തും ക്ഷീണിച്ചുമിരിക്കുന്നു? എന്റെ ഈശോ, നീ വന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ കൊച്ചു ഹൃദയം തകർന്നു പോകുമായിരുന്നു. എവുപ്രാസ്യ, ഇതാ ഞാൻ നിന്റെ മേശയ്ക്കായിട്ടും നിന്റെ ക്ഷണിപ്പിനെ കൈക്കൊള്ളുന്നതിനായിട്ടും വന്നിരിക്കുന്നു. നന്ദി. നമുക്കിരുവർക്കും ഇരുന്ന് ഭക്ഷിക്കാം. എവുപ്രാസ്യ, ഇരിക്കുക. അങ്ങയുടെ ഒപ്പം ഇരിക്കുന്നതിന് എനിക്ക് എന്ത് യോഗ്യത? യോഗ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. ഇരിക്കൂ. നന്ദി. ഞാൻ എന്തൊക്കെ കഴിക്കണം? എല്ലാം. ഞാൻ ക്ഷീണിച്ചു വന്നെന്നാണല്ലോ എവുപ്രാസ്യ നീ പറഞ്ഞത്. അതെ. ആദ്യം വെള്ളം കുടിക്കാം. ഇത് കുടിക്കൂ. കുടിച്ചോളൂ. ഇരിക്കൂ. ഒരു മണവാട്ടിയുടെ മേശ ആ മണവാളന് എത്ര സന്തോഷം വരുത്തുമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ നീ? ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ സ്നേഹമാണ്. സ്നേഹം മാത്രമേ എന്നിലുള്ളൂ. ഞാൻ തിരിച്ചറിഞ്ഞു. നന്ദി. ഞാൻ എൻ്റെ സ്നേഹം നിനക്ക് തരാം. എന്റെ സ്നേഹത്തിന്റെ അടയാളമാണ് ഈ മോതിരം. ആ കൈ നീട്ടു. മ്യൂസിയമാക്കി മാറ്റിയ ഒല്ലൂർ മഠത്തിലെ
പഴയ ഊട്ടുമുറിയാണിത്. ഈ മുറിയിലാണ് ഓശാന ദിവസം ഏവ്പ്രാസ്യമ്മ ഈശോയെ വിരുന്നിനായി ക്ഷണിച്ചതും ഈശോ വന്ന് വിരുന്ന് സ്വീകരിച്ചതും അതിനുശേഷം ഏവ്പ്രാസ്യമ്മയെ മോതിരം അണിയിച്ചതും. ആത്മീയ വിവാഹമായിട്ടാണ് ദൈവശാസ്ത്രജ്ഞന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. കൂടുതൽ എനിക്ക് പഠിക്കുവാനാണ്, മനസ്സിലാക്കുവാനാണ്. അമ്മേ, ഈ ദർശനങ്ങളുടെ പൊരുളുകൾ എന്താണ്? പൊരുളുകൾ നാം അന്വേഷിക്കരുത്. അവിടുത്തെ പദ്ധതികൾ നമ്മിൽ നിറവേറപ്പെടുവാൻ നാം നിന്നു കൊടുക്കുക. കൈകൂപ്പി പറയുക, ഞാൻ അവിടുത്തെ ദാസി, ഞാൻ ആരുമല്ല, എനിക്കൊന്നും അറിയില്ല. അമ്മേ, ഗുരുത്തിയമ്മേ, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? എനിക്കൊന്നും അറിയില്ല. ഈ മഠത്തിൽ ചേരുവാൻ അവസരം ലഭിക്കുമോ ആവോ? അമ്മേ, എന്താണ് ചിന്തിച്ചിരിക്കുന്നത്? ത്രേസ്യ 3 മാസത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകില്ല. ഈ കർമ്മലീത സഭയിൽ ചേരുകയുമില്ല. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. തമ്പുരാന്റെ പദ്ധതികൾ നിഗൂഢങ്ങളാണ്. കാത്തിരിക്കുക, പ്രാർത്ഥിക്കുക, എന്നും പറയുക, നീ എനിക്ക് മതിയായവനാണ്, മതിയായവനാണ്. നീ മതേന്നീശുവേ, ഈ മരുഭൂയാത്രയിൽ കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ, കൂടെ നടന്നിടുവാൻ, കണ്ണീർ തുടച്ചിടുവാൻ. നിന്റെ ഇടവക്കാർ ഒന്നടങ്കം നിന്നെ വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എനിക്ക് നിവേദനം തന്നിരിക്കുന്നു. വളരെ അതിശയകരമായി തോന്നുന്നു എനിക്ക് ഈ സംഭവങ്ങളെല്ലാം. അതുകൊണ്ട് നിനക്ക് തിരിച്ചു നാട്ടിലേക്ക് പോകാം. 3 മാസത്തിൽ കൂടുതൽ ഇവിടെ മറിയം ത്രേസ്യ താമസിക്കില്ല എന്ന യൂപ്രാസ്യാമിയുടെ പ്രവചനം ശരിയായി. നിന്റെ ആത്മപിതാവ് നിനക്ക് വേണ്ടി ഒരു ഭവനം പണിതു തരും. പോയിക്കൊള്ളൂ. പിതാവ് ഈ മഠത്തിൽ നിന്ന് തിരിച്ചു പോരുവാൻ പറഞ്ഞു. എന്നാൽ ഈ മഠത്തിലെ കന്യാസ്ത്രീകൾക്ക് മറിയം ത്രേസ്യയെ വളരെ ഇഷ്ടപ്പെടുകയും ഈ മഠത്തിൽ തുടർന്ന് കന്യാസ്ത്രീയാക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പിതാവേ, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു ത്രേസ്യ ഞങ്ങളോടൊപ്പം ആക്കാൻ. മറിച്ച് സംഭവിച്ചത് വേദനാജനകമാണ്. യവുപ്രേസ്യാമ്മയ്ക്ക് ത്രേസ്യയെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാ നമസ്കാരങ്ങളും പഠിപ്പിച്ചു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവപരിപാലനയിൽ നാം ആശ്രയിച്ചാൽ മാത്രം മതി. എന്റെ ഇഷ്ടമല്ല, എല്ലാം അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നീടുണ്ടായത് നാടകീയ സംഭവങ്ങളാണ്. നിങ്ങളാരും വിഷമിക്കണ്ട. ത്രേസ്യ ഇനി എങ്ങും പോയില്ല. വാ, നടക്ക. മറിയം ത്രേസ്യ ഈ ഒല്ലൂർ മഠം വിട്ടുപോയി. അവളുടെ ദുഃഖസ്ഥിതി മനസ്സിലാക്കിയ വിധേയത്തിലച്ഛൻ മേനാച്ചേരി പിതാവുമായി ആലോചിച്ച് പുത്തൻചിറയിൽ ഒരേകാന്ത ഭവനമുണ്ടാക്കി കൊടുത്തു. ഒല്ലൂർ മഠത്തിൽ വന്ന മറിയം ത്രേസ്യ ഈ മുറിയിലാണ് താമസിച്ചിരുന്നത്. 3 മാസത്തിൽ കൂടുതൽ ഇവിടെ മറിയം ത്രേസ്യ താമസിക്കില്ല എന്ന എവ്പ്രാസ്യമ്മയുടെ പ്രവചനം ശരിയായി. അത്ഭുതങ്ങളുടെ ഘോഷയാത്രയാണ് മറിയം ത്രേസ്യയുടെ ജീവിതത്തിൽ പിന്നീട് നടന്നത്. കളരി വിദ്യാഭ്യാസം മാത്രമുണ്ടായിരുന്ന മറിയം ത്രേസ്യയ്ക്ക് എവുപ്രാസ്യാമ്മയുടെ കീഴിൽ 3 മാസം പരിശീലനം ലഭ്യമാക്കിയതിനു ശേഷം മേനാച്ചേരി പിതാവ് ഒരു കന്യാസ്ത്രീയാക്കി അവളെ അഭിഷേകം ചെയ്തു. പുത്തൻചിറ ഇടവകക്കാർ പണിയിച്ചു കൊടുത്ത ഏകാന്ത ഭവനം തിരുക്കുടുംബസഭ എന്ന പുതിയ ഒരു കോൺഗ്രിഗേഷനായി മേനാച്ചേരി പിതാവ് ഉയർത്തി. ദൈവിക പദ്ധതിയുടെ നിഗൂഢത ആർക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? തമ്പുരാനു വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് തന്റെ കുരിശുമെടുത്ത് പിന്നാലെ ചെന്ന് ജീവിക്കുന്നവരിലൂടെ ദൈവം അത്ഭുതങ്ങൾ സംഭവിപ്പിക്കും. ഇന്ന്
എന്ന് മറിയം ത്രേസ്യാമ്മയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് തമ്പുരാൻ ഉയർത്തി. എന്താണ് ഈ വർഷത്തെ ചൂട്? പാലക്കാട് ചൂരം വഴി വരുന്ന വിച്ചിയക്കാറ്റ് ഗംഭീരമായതുകൊണ്ട് ചൂട് അത്ര ശക്തിയാവുന്നില്ല. എന്തൊരാശ്വാസം അല്ലേ? എന്താണ് എല്ലാവരും ചത്ത വീട്ടിൽ നിക്കണ പോലെ നിക്കണത്? എനിക്ക് വിശന്നിട്ട് വയ്യ. ചോറ് വിളമ്പ്. ക്ഷമിക്കണം ചേട്ടത്തി, ഇന്ന് ചോറ് വെച്ചിട്ടില്ല. ഇത് നല്ല കൂത്ത്. പുറം പണി ചെയ്ത് ക്ഷീണിച്ചു വരുമ്പോ വ്യാലക്കാർക്ക് ഭക്ഷണമില്ലെന്ന് പറഞ്ഞ ഇത് എന്തൊരു പടമാണിത്? ഓ, എനിക്ക് വിശന്നിട്ട് വയ്യ. അയ്യോ അയ്യോ, വിശന്നിട്ട് വയ്യ. നാട് മുഴുവൻ പഞ്ഞമല്ലേ ചേട്ടത്തി, അരി കിട്ടിയില്ല. അറിയോ നിങ്ങക്ക്? എന്റെ കെട്ടിയാൻ എന്നെ അർത്തിങ്കന്ന് കട്ടോണ്ട് വന്നതാ. കള്ളുകൂടിയനായിരുന്നെങ്കിലും ഇടിയും ചവിട്ടും തരുമായിരുന്നെങ്കിലും എന്നെ പട്ടിണി കിട്ടിട്ടില്ല. മനസ്സിലായാ? എനിക്ക് വിശന്നിട്ട് വയ്ക്കാൻ വയ്യേ. അയ്യോ, എന്റെ വയറ് വിശക്കുന്നേ. അയ്യോ എനിക്ക് എഴുന്നേക്കാൻ വയ്യ അമ്മേ. ഇത് എന്റെ ഇടപാടാണ്. എനിക്ക് രാവിലെ ഒന്നും തന്നില്ല. ഉച്ചക്ക് തരാമെന്ന് പറഞ്ഞ് ഞാൻ കയ്യും കഴുകി വന്നപ്പ ഉച്ചക്ക് ഒന്നുമില്ലെന്ന്. ആ പണിക്കാരൻ തോമാച്ചന്റെ അടുത്ത് ഒരു കുറിപ്പ് കൊടുത്ത് അരിക്കട അന്തോണിയുടെ കടയിന്ന് അരി കടം വാങ്ങാൻ ഞാൻ പറഞ്ഞു വിട്ടിരുന്നല്ലേ? അവൻ വന്നില്ലേ? അരിക്കടയിൽ അരി തീർന്നു എന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വന്നു മദർ. അരിക്കടൽ അരി തീർന്നിട്ടല്ല, അവന് കടം തരാൻ കഴിയലാഞ്ഞിട്ടാ. കഷ്ടമായല്ലോ. എന്താ ചെയ്യുക നമ്മൾ? നാട്ടി മുഴുവൻ പഞ്ഞമ്പട വസന്തയാണ്. ഉള്ള അരിയെല്ലാം ഇവന്മാരെല്ലാരും കൂടി പൂഴ്ത്തി വെച്ചിരിക്കയാണ്. ഒന്നും പുറത്തിറക്കിയല. അതേ, പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങോട്ടെടുത്തേ. അരത്തവയേ ഉണ്ടായിരുന്നുള്ളൂ. അത് പിണ്ണാക്ക് തിളപ്പിച്ചപ്പോൾ അതിലിട്ട് പശുവിന് കൊടുത്തു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഉണ്ടായിരുന്ന അരത്തവി കഞ്ഞി പശുവിന്. പിണ്ണാക്ക് തിന്നാന്ന് വെച്ചാ വയറ് പുണ്ണാക്കാവും. നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. ആ, അതിന്റെ ഒരു കുറവേ ഉള്ളു. ദൈവം നമ്മുടെ സങ്കടം കാണാതിരിക്കില്ല. പഞ്ഞമ്പട വസന്ത എല്ലാം ഈ നാട്ടിൽ നിന്ന് പോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ ഭക്ഷണം തരും നമുക്ക്. എല്ലാവരും പള്ളിയിൽ പോയി കരഞ്ഞു പ്രാർത്ഥിക്ക. ചെല്ല്. എഴുന്നേറ്റ് നിക്കാൻ വയ്യ. ഞാൻ മുട്ടുകുത്തിയില്ലെങ്കിൽ മദർ എന്ത് വിചാരിക്കും? മുട്ടുകുത്ത. ഓ ഈശോയെ, ഓ എന്റെ ഈശോയെ, കർത്താവേ, വിശന്നിട്ട് വയ്യ. വയറ് കത്തുന്നു. അരിയാസിന്റെ അസുഖം ഉണ്ടേ. വിശന്നിരിക്കാൻ വയ്യ. പഴങ്കഞ്ഞി ഉണ്ടായിരുന്നത് പശു കൊണ്ടുപോയി. നല്ല ക്ഷീണമുണ്ട്. ഈ സമയത്ത് എനിക്കൊന്ന് കിടക്കണം. എന്റെ അമ്മോ, ഒരു ചാക്ക് ഇവിടെ എവിടെയോ ഉണ്ടാർന്നല്ല. എവിടെ പോയി? ആ, ഓ എന്റെ ദൈവമേ, അടുപ്പിച്ചു കളഞ്ഞു. ഓ, കർത്താവേ,
വിശക്കുന്നു കർത്താവേ. അയ്യോ, ഓ, എന്റെ പ്രാർത്ഥന ആദ്യം കേക്കണേ. അരിയാസിന്റെ അസുഖം ഉള്ളത് കൊണ്ട് പട്ടിണി കിടക്കാൻ വയ്യായേ. കർത്താവേ, ആരാണ്ടും ഭക്ഷണവുമായി വന്ന്. ഞാൻ നോക്കിയിട്ട് ഓടി വരാം. ആ, അയ്യോ.